Your future in healthcare starts here. BVOC Healthcare Programs. BVOC, Dialysis Technology. Learn critical skills to support kidney health. BVOC, Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC, Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC, Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. Empire College of Science. Muadal, Kudapuram, Malapur. ജീവിത സായാഹ്നത്തിൽ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്ക് വേണ്ടി പകൽ വീട് എന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് റെഡ് സ്റ്റാർ മാറാക്കര. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ, CPIM ജില്ലാ സെക്രട്ടറി VP അനിൽ എന്നിവർ ചേർന്ന് ഈ മാസം 11-ന് നാടിന് സമർപ്പിക്കുമെന്ന് സംഘാടകർ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്ക് അവരുടെ സമപ്രായക്കാരൊപ്പം പകൽ സമയങ്ങളിൽ ഒത്തുകൂടി പഴയകാല സ്മരണകൾ പങ്കിടുന്നതോടുകൂടി അവരനുഭവിക്കുന്ന ഒറ്റപ്പെടലിന്റെ മാനസിക പിരിമുറുക്കത്തിൽ നിന്നുമുള്ള മോചനമാണ് പകൽ വീട് കൊണ്ട് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 9 വർഷക്കാലമായി മാറാക്കരയിലെ ജീവകാരുണ്യ മേഖലയിൽ സ്തുത്യർഹമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മ പറ്റാത്ത ഒരു പറ്റം മനുഷ്യസ്നേഹികളുടെ കൂട്ടായ്മയാണ് റെഡ് സ്റ്റാർ മാറാക്കര. ഈ കൂട്ടായ്മയ്ക്ക് കീഴിൽ കക്ഷി രാഷ്ട്രീയത്തിന് അധീനമായി എല്ലാ വിഭാഗം പൊതുജനങ്ങളുടെയും സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ജനകീയ ജീവകാരുണ്യ വിഭാഗമാണ് റെഡ് സ്റ്റാർ പെയിൻ ആൻഡ് പാലിയേറ്റീവ്. ആതുര സേവന രംഗത്തെ നിരാലംബർക്കും അശ്രദ്ധർക്കും കിടപ്പിലായ രോഗികൾക്കും സഹായകരമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന റെഡ് സ്റ്റാർ മാറാക്കര മറ്റുള്ള പാലിയേറ്റീവുകൾക്ക് മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. പാലിയേറ്റീവ് ടീം വീടുകളിൽ എത്തി കിടപ്പിലായ രോഗികളെ പരിചരണം, ഡയാലിസിസ് രോഗികൾക്ക് ഫ്രീ ഓട്ടോ സർവീസ്, ആംബുലൻസ് സർവീസ്, പൊതുജന സേവാ കേന്ദ്രം, ചികിത്സയിലിരിക്കുന്ന രോഗികൾക്ക് ആവശ്യമുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയ സേവനങ്ങൾ നൽകി വരുന്നുണ്ട്. റെഡ് സ്റ്റാർ ചെയർമാൻ കല്ലൻ ഉസ്മാൻ, പ്രസിഡന്റ് ഹുസൈൻ പള്ളിമാലിൽ, മേഖലാ സെക്രട്ടറി ഹസൻ പുളിക്കൽ, ജോയിന്റ് സെക്രട്ടറി മുസ്തഫ കടവണ്ടി എന്നിവർ ഇതോടനുബന്ധിച്ച് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു പ്രവാസി കൂട്ടായ്മ 9 വർഷമായി വളരെ നല്ല രീതിയിൽ നമ്മുടെ മാറാക്കര പഞ്ചായത്തിൽ സമാനതകളില്ലാത്ത രീതിയിൽ എല്ലാവർക്കും ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് റെഡ് സ്റ്റാർ മാറാക്കര നടത്തിക്കൊണ്ടിരിക്കുന്നത്. 200-ൽ പരം രോഗികളെ ഇപ്പോൾ വളരെ നല്ല രീതിയിൽ അവർക്ക് വേണ്ട മെഡിസിൻ, അവർക്ക് വേണ്ട മെഡിക്കൽ ഉപകരണങ്ങൾ, ഡോക്ടറെ ഹോം കെയർ, സിസ്റ്റേഴ്സിൻ്റെ ഹോം കെയർ, ഇതേപോലെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങളൊരു ആംബുലൻസ് ആധുനിക രീതിയിലുള്ള അത്യാധുനിക നല്ല രീതിയിലുള്ള ഓക്സിജൻ സിലിണ്ടർ മറ്റുള്ള രൂപത്തിലുള്ള സജ്ജീകരിച്ചുള്ള നമ്മുടെ ആംബുലൻസ്, അതേപോലെ നമ്മുടെ ഈ കിഡ്നി രോഗികളെ നമ്മൾ വീട്ടിൽ പോയി കളക്ട് ചെയ്ത് സെൻറ്ററിൽ നമ്മൾ ഡയാലിസിസ് ചെയ്തതിന് ശേഷം നമ്മൾ അവർ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന വാഹനവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വർഷം 2025 ഒരു പകൽ വീട്, നമുക്കറിയാം ഓരോ വീടുകളിലും വയസ്സായ ആളുകൾ ഏകാന്തമായിട്ട് ഒരു മറ്റുള്ള ആളുകളൊക്കെ, കാരണം അവരുടെ വീട്ടിലുള്ള മറ്റുള്ള ആളുകൾ ജോലിക്ക് പോയിട്ടുണ്ടാവും. കഴിഞ്ഞ ഒരു ദശകത്തോളമായി റെഡ് സ്റ്റാർ മാറാക്കര അതിൻ്റെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിച്ചു വരികയാണ്. ഇതിനോടകം 1000-ഓളം രോഗികളെ നമ്മൾക്ക് സാന്ത്വനം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 10-200-ഓളം ആളുകൾക്ക് നമ്മൾ സേവനം നൽകി വരികയാണ്. ഹോം കെയർ രംഗത്ത് വളരെ സ്തുത്യർഹമായ പ്രവർത്തനമാണ് റെഡ് സ്റ്റാർ മാറാക്കര നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇവർക്ക് വേണ്ട മരുന്നുകളും ഭക്ഷണവും മറ്റും നൽകി വീടുകളിൽ പോയി ആളുകളെ ശുശ്രൂഷിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പരിശീലനം സിദ്ധിച്ച നേഴ്സും അവരുടെ സഹായികളും ഞങ്ങളുടെ വളണ്ടിയർമാരും ഒന്നിച്ചാണ് ഈ വീടുകളിലൊക്കെ പോയി സേവനം നൽകി വരുന്നത്. അവരുടെ ഒറ്റപ്പെട്ട ജീവിതവും മറ്റും കാണുമ്പോൾ അവരെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് അവർക്കൊരു പകൽ വീട് സൗകര്യം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന 11-ാം തീയതി നാളെ ഒരു പകൽ വീട് മാറാക്കര പഞ്ചായത്തിൽ AC നിരപ്പിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. കാലത്ത് 11 മണിക്ക് കലാപരിപാടികളുമായി തുടങ്ങുന്ന
പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് വി അബ്ദുറഹ്മാനാണ്. അദ്ദേഹത്തോടൊപ്പം മലപ്പുറം ജില്ലാ CPIM സെക്രട്ടറി രാജീവും പങ്കെടുക്കുന്നുണ്ട്. ഈ പരിപാടികളുമായി നമ്മുടെ പഞ്ചായത്തിലും വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള സമീപ പ്രദേശങ്ങളിലുള്ള ധാരാളം മനുഷ്യസ്നേഹികൾ ഇതിനോടൊന്നിച്ച് ഞങ്ങളോടൊപ്പം കൈകോർത്ത് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത് മുന്നോട്ട് നീങ്ങുന്നത്.